ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിലപ്പം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും, കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് മാസങ്ങളായി. കാരണമൊന്നുമില്ല, ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കും, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യില്ല. പകുതിക്ക് വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് പോകും. അതുകൊണ്ട് ഇന്നിത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് അവിടുത്തെ മാനേജർ എൻ്റെ ബ്ലോഗൊക്കെ കണ്ടിട്ട് റീസെൻ്റ്ലി മെസ്സേജ് അയച്ചു കേട്ടോ, 2-3 ദിവസം മുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ചലി ഇപ്പോൾ വ്ളോഗൊന്നും ചെയ്യുന്നില്ലേ, നല്ല രസമുണ്ടായിരുന്നു പ്രസൻറ്റേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സാറേ എൻ്റെ വീഡിയോ കാണലുണ്ടായിരുന്നു, ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീണ്ടും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്, കാരണം നമ്മൾ എൻ്റെ ഇന്ന് ലീവാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെസ്റ്റോയിൽ വെജ്മി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്, എനിക്കൊന്നു തമിഴിയൻസിൻ്റെ ഒരു ഹോട്ടലാണ്. അപ്പം അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളെ വീടിൻ്റെ അടുത്താട്ടോ, ഒരു 2-3 മിനിറ്റത്തെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടുന്ന് എന്തെങ്കിലും വെജിറ്റേറിയൻ എന്തെങ്കിലും ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു പൊടി ഊത്തപ്പവും മസാല ദോശയും 2 വടയും 2 ഫിൽറ്റർ കോഫിയുമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഊത്തപ്പം ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയത് പൊടി ഇഡ്ഡലി വാങ്ങാനായിരുന്നു, പക്ഷെ അവിടെ പൊടി ഇഡ്ഡലി ഇല്ലായിരുന്നു. ഇന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പൊടി ഊത്തപ്പമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊടി ഊത്തപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊടി ഊത്തപ്പം ഞാനും മസാല ദോശ അമലേട്ടനും വാങ്ങി. 2 നല്ല ഫുഡായിരുന്നു. പിന്നെ അമലേട്ടൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യൽ മസാല ദോശ തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ഒന്നും അല്ല കേട്ടോ, സാധാ ഒരു ഫുഡ് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര വാവായിട്ട് പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോളൊന്നും കയറി, അതിന് താഴെ തന്നെ കേട്ടോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. അവിടെ കയറി 1-2 സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് വേണ്ട ഒന്നും ഇവിടെ കിട്ടിയില്ല. അത് നമ്മൾ തിരിച്ച് മടങ്ങി വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് എല്ലാ വീക്കിലും എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമ്മതിക്കൂല, വേറെ ആരും അല്ല, എൻ്റെ മടി തന്നെ. ഈ മടിക്ക് എന്തെങ്കിലും റെക്കോർഡോ എന്തെങ്കിലും ഗിന്നസ് റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും മടി പിടിച്ചാൽ ഞാൻ വീട്ടിലിരിക്കുന്നത് ഇപ്പം. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടോ, ഒന്നാമത് പിന്നെ അങ്ങനെ കണ്ടൻറ്റും ഇല്ല. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നും ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഓരോന്നിൻ്റെ വയ്യെ പോകും, അല്ലാണ്ട് ഞാൻ ആ പോയ സ്ഥലം അങ്ങ് എൻജോയ് ചെയ്യില്ല. അതുകൊണ്ടാണ് അധിക സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാത്തത്. അമലേട്ടൻ പറയും വീടെല്ലാം വരുമ്പോൾ എനിക്ക് വ്ളോഗ് എടുത്തുകൂടെ, നല്ല സ്ഥലമില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാമറയും പിടിച്ച് ഓരോ സ്ഥലത്തും പോകണം, അങ്ങനെയല്ലോ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല, മടി പിടിക്കുന്നല്ല, എനിക്ക് ആ സ്ഥലം എൻജോയ് ചെയ്യുന്നത് അങ്ങനെ വിട്ടു. ഓരോ ക്യാമറ ഓരോന്ന് മിസ് ചെയ്യാണ്ട് അതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ആ സ്ഥലം എൻജോയ് ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്യൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എവിടെയും പോകുമ്പോൾ തന്നെ വ്ളോഗ് എടുക്കാത്തത്. ഇനി അങ്ങോട്ട് വ്ളോഗ് എടുത്ത് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ നിർബന്ധിച്ച് പറയുന്നത് തോന്നും, പക്ഷെ നിർബന്ധിച്ച് പറയുന്നതല്ല കേട്ടോ. അമ്മയുടെ മുഖം അങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാൻ. അപ്പോൾ